ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2015 ഒരു കൊറിയൻ ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ലോസ്റ്റ് ചോയ്സസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ചാനൽ കാണുന്നവർക്ക് ഈ ഒരു ചാനലിൽ എങ്ങനെയുള്ള മൂവീസ് ആണ് ഇടുന്നതെന്ന് നല്ലതുപോലെ തന്നെ അറിയാം. കാരണം അധികം ആർക്കും അങ്ങനെ കാണാൻ കഴിയാത്ത പല ഭാഷകളിലായിട്ട് ഇറങ്ങുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള മൂവീസ് ആയിരിക്കും ഞാൻ ഈ ഒരു ചാനലിലേക്ക് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഈ ഷോർട്ടായിട്ട് കഥ പറയുന്ന ഒരു രീതി ഈ ഒരു ചാനലിലില്ല. അത് നിങ്ങൾക്കറിയാം. സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു ചാനൽ ആദ്യം മുതലേ ഫോളോ ചെയ്യുന്നവർക്ക് നല്ലതുപോലെ തന്നെ അറിയാം. ഞാൻ കുറച്ച് സമയം എടുത്തായിരിക്കും ആ ഒരു കഥ പറയുന്നത്. കാരണം വേറെ ഒന്നും ഉണ്ടല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൊണ്ടുവരുന്ന മൂവി നിങ്ങൾ എന്തായാലും അധികമായിട്ട് കാണാത്ത ഇതുപോലെയുള്ള മൂവീസും ഈ ഒരു ലോകത്തുണ്ടാവും എന്നുള്ള രീതിയിലുള്ള മൂവീസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു മൂവി ചെറിയ രീതിയിൽ കണ്ടു തീർത്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും. അതിലും നല്ലത് അത്തരം മൂവീസുകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ ആ ഒരു മൂവിയുടെ കഥയും മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ച് അത് നല്ലതുപോലെ കണ്ടു തീർക്കുമ്പോഴത്തേക്കായിരിക്കും അതിലൊരു പൂർണ്ണത ഉണ്ടാവുന്നത്. അങ്ങനെ പറഞ്ഞാലേ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയെ പറ്റി പറയാൻ കാരണം വേറെ ഒന്നും ഉണ്ടല്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവിയും അതുപോലുള്ളൊരു മൂവിയാണ്, അതുപോലുള്ളൊരു കഥയാണ്. ഈ ഒരു മൂവി കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല എന്ന് തോന്നുന്നു. എന്തായാലും മൂവി കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും നേരെ കഥയിലേക്ക് പോയാലോ. അപ്പൊ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ ഈ ഒരു മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ജിയും അതേപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും ഇവര് മൂന്നുപേരും ഇപ്പൊ കാറിൽ എവിടേക്കും ഒരു യാത്ര പോവാണ്. നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോകുന്നൊരു ജീവിതം. അതുമല്ല ഹീറോയിൻ ആണെങ്കിലോ കോളേജിലേക്ക് പോയിട്ടുള്ള ആ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സന്തോഷ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇവരുടെ മുന്നിലൂടെ കുറച്ച് ബൈക്കില് ഈ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഓരോ അഭ്യാസങ്ങളെല്ലാം കാണിച്ചിട്ട് അഹങ്കാരമെല്ലാം കാണിച്ച് ബൈക്കിൽ ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയിന്റെ അച്ഛൻ പെട്ടെന്ന് ഹോൺ അടിക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ അമ്മ പറയും, അടങ്ങിയിരിക്കും, അവർ പോട്ടെ എന്ന് പറയുമ്പോൾ ജിയോൺ ഈ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഒരു വണ്ടി നിയന്ത്രണമില്ലാതെ എവിടേക്ക് കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വണ്ടി തല കീഴായിട്ട് മറിഞ്ഞ് ആ ഒരു അപകടത്തിൽ ഹീറോയിന്റെ അച്ഛനും അമ്മയും മരണപ്പെടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ജിയോൺ ഏതോ ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ചിട്ട് ഹീറോയിന് നല്ലതുപോലെ സംസാരിക്കാൻ കഴിയത്തില്ല. കാരണം ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം അവളുടെ ആ ഒരു സംസാര ശേഷി ചെറിയ രീതിയിൽ നഷ്ടപ്പെട്ടു. ഇപ്പൊ ഈ ഒരു വിൽക്കുന്നത് പോലെയാണ് അവൾ സംസാരിക്കുന്നത്. അതുമല്ലാതെ നമ്മുടെ ജിയോണിനെ ഈ ഒരു ഡ്രോയിങ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങളെല്ലാം അല്ലെങ്കിൽ റിയൽ ലൈഫിലുള്ള ഒരാളെ ഒരു കാർട്ടൂൺ കഥാപാത്രമായിട്ട് അവൾ വരയ്ക്കും. അങ്ങനെ ആ ഒരു വർക്ക് അവൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അതുമല്ല അവൾ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ ജിയോൺ വേറെ ഏതോ ഒരു വലിയ കമ്പനിയിലും ജോലി ചെയ്യുന്നുണ്ട്. ഇതെന്തോ തുണിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇപ്പൊ അവിടെ തന്നെ നമ്മുടെ ജിയോണിന് ഒരു സുഹൃത്തുണ്ട്. ആ ഒരു സുഹൃത്തിന് അടുത്തായിട്ട് തന്നെയാണ് അവൾ താമസിക്കുന്നത്. അടുത്തടുത്ത റൂമുകള്. അതുമല്ല ഇവരുടെ കമ്പനിയിലെ ആ ഒരു മാനേജർ, അയാളാണെങ്കിൽ ജിയോനെ വിളിച്ച് അവളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്. അയാളോടൊപ്പം കിടക്കാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ജിയോൺ ഒരിക്കലും അതിന് വഴങ്ങി കൊടുക്കത്തില്ല. കൂടാതെ ഈ ഒരു കമ്പനിയിൽ തന്നെ അത്യാവശ്യം ശരീരമുള്ള ഒരു സ്ത്രീയുണ്ട്. അവരാണെങ്കിൽ എപ്പോഴും ജിയോണിനെ കുറ്റപ്പെടുത്തി വെറുതെ അവളെ വഴക്ക് പറഞ്ഞ് കളിയാക്കി ആ ഒരു രീതിയിലാണ് ജിയോണിനെ അവർ കാണുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ജിയോൺ ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള സാഹചര്യത്തിലാണ് ജിയോൺ ഇപ്പോൾ ജീവിക്കുന്നത്, അത് ഒറ്റയ്ക്ക്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജിയോൺ അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ജിയോണിന്റെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ, അവൾക്കൊരു ഭർത്താവുണ്ട്. അവനാണെങ്കിൽ എപ്പോഴും കുടിച്ചിട്ട് വന്ന് അവളെ ഉപദ്രവിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജിയോൺ ഇതെല്ലാം കേട്ടിട്ട് ആ ഒരു ഡോറിൽ ഇങ്ങനെ തട്ടും. അപ്പൊ അയാൾ വെളിയിലേക്ക് വരുമ്പോൾ, അല്ല അവളെവിടെ, അവൾക്കിപ്പോ സമയമില്ല, നീ പോവാൻ പറയുമ്പോൾ ജിയോണിന് മനസ്സിലായി അയാൾ ഉപദ്രവിക്കുകയാണെന്ന്. ജിയോൺ അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ ജിയോണിനെ അടിച്ച് താഴെ കേട്ടിട്ട് നിന്നോടിപ്പോ സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്നും പറഞ്ഞ് അവനകത്തേക്ക് കയറി പോയിട്ട് ആ ഒരു പെണ്ണിനെ വീണ്ടും ഉപദ്രവിക്കുന്നു. അങ്ങനെ അതേസമയം മറ്റൊരിടത്ത് ഡിറ്റക്റ്റീവ് ചെന്നെന്ന് പറഞ്ഞ ഒരുത്തൻ വേറെ ഏതോ ഒരാളോട് പൈസ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവർ സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പൊ അറിയത്തില്ല. ഇവിടെ ജി എങ്ങനെ കാണിക്കുമ്പോൾ അവൾ തന്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട്, നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് പോയാലോ, അത് നിന്റെ ആ ഒരു ഭർത്താവ്, അവനിൽ നിന്ന് നമുക്ക് പോവാന്ന് പറയുമ്പോൾ അവള് പറയും, അവൻ എന്താ കുഴപ്പം, അവനാണ് എന്നെ സ്വീകരിച്ചത്, ഒരു വ്യവസ്ഥയും വെക്കാതെ, അതുകൊണ്ട് അവനെ വിട്ടുവരാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് ആ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്. അതേസമയം ഇവിടെ മറ്റൊരിടത്ത് കാങ് ജ ജയോങ് എന്ന് പറഞ്ഞൊരു പോലീസുകാരി, അവളിപ്പോ പെട്ടെന്ന് അവളുടെ വീടിനകത്തേക്ക് വരുന്നു. അപ്പൊ ഇവളെ എന്തായാലും നമുക്ക് ഓഫീസർ എന്ന് വിളിക്കാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ ഓഫീസർ ഇപ്പോൾ പെട്ടെന്ന് തന്നെ തന്റെ വീടിനകത്തേക്ക് കയറി വരികയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ സഹോദരിക്ക് മാനസികമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ അവൾ വയലന്റ് ആവുമ്പോഴത്തേക്കും ഈ നേഴ്സുമാരെ കൊണ്ടാണ് പെട്ടെന്ന് അകത്തേക്ക് വരുന്നത്, കാരണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഈ ഒരു കഥാപാത്രങ്ങളെല്ലാം ഇനി നമുക്ക് മൂവിയിൽ ആവശ്യമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതുകൊണ്ടാണ് എല്ലാവരെ പറ്റി എടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ, അവൾക്കാണെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്നും ഒരു അനിമേഷൻ കമ്പനിയിലേക്ക് ജോലി കിട്ടി. അവളുടെ ഈ ഒരു ഡ്രോയിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. അപ്പൊ അവിടേക്ക് അവളെ ജോബ് ഓഫറിന് വിളിക്കുമ്പോഴത്തേക്കും ജിയോൺ ഈ ഒരു കാര്യം നേരെ തന്റെ സുഹൃത്തിനോട് പോയി പറയും, നമുക്ക് അവിടേക്ക് പോവാന്ന് പറയുമ്പോൾ അവള് പറയും,
ഇല്ലില്ല, ഞാൻ ഒരിക്കലും അവിടേക്ക് വരത്തില്ല. കാരണം നിനക്കാണെങ്കിൽ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ട്, എനിക്കാണെങ്കിലോ ഒന്നുമില്ല. ഈ ഒരു കമ്പനിയിലാണെങ്കിൽ ഓവർ ടൈം നിന്നാലും എനിക്ക് അത്യാവശ്യം പൈസ കിട്ടും എന്നെല്ലാം പറഞ്ഞ് അവൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പൊ ഇവൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു ഉപദ്രവിക്കുന്ന ബോയ് ഫ്രണ്ട് അവനോടൊപ്പം അവൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് മാത്രമാണ് നമുക്ക് അറിയാത്തത്. അപ്പൊ തന്റെ ആ ഒരു സുഹൃത്തില്ലാതെ ഹീറോയിൻ ഇവിടെ നിന്ന് പോകത്തുമില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഹീറോയിൻ ഇപ്പോ തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരാണ്. അതിന്റെ രാത്രിയിൽ ഒറ്റയ്ക്ക് ഈ ഒരു സ്ട്രീറ്റിനകത്തൂടെ അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്നും എന്തോ ഒരു അടി തലയിലിട്ട് അവൾ താഴെ വീഴുമ്പോഴത്തേക്കാണ് അവളുടെ മുന്നിൽ 3 പേര് നിൽക്കുന്നു. എന്നിട്ട് അവന്മാര് 3 പേരും അവളെ കളിയാക്കി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട് ഹീറോയിൻ കരയാൻ തുടങ്ങുമ്പോൾ ഇവര് 3 പേരും വന്ന് അവളെ പിടിച്ചു വെച്ചിട്ട് ഇതിലൊരുത്തം വന്ന് അവളുടെ മുകളിലേക്കാണ് വീഴുന്നതും അവൾ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അപ്പൊ കൂടെയുള്ള 2 പേര് അവളുടെ 2 കൈയും പിടിച്ചു വെച്ച് ഇപ്പൊ അതിൽ ആ ഒരു മഞ്ഞ ഷർട്ട് ഇട്ട് അവനുണ്ടല്ലോ, അവനാണെങ്കിൽ ഹീറോയിൻ കരയുന്നത് കൊണ്ട് തന്നെ അവളുടെ മുഖത്തേക്ക് 2 ഇടി കൊള്ളുമ്പോ തന്നെ അവളുടെ ബോധം പോയി. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ബോധമില്ലാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ പാന്റ് അവര് വലിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാലോ? അത് കഴിഞ്ഞിട്ട് അവന്മാര് 3 പേരും മാറി മാറി അവളെ റേപ്പ് ചെയ്യും. അതുമല്ല അവളുടെ കയ്യിലുള്ള പണവും കാര്യങ്ങളെല്ലാം ആ ഒരു ബാഗിൽ നിന്ന് എടുക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് അധികം പണവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആ ഒരു ബാഗ് താഴെ ഇടുമ്പോൾ അതിലൊരുത്തനി അവളുടെ ഒരു ID കാർഡ് കിട്ടുന്നുണ്ട്. അതിൽ അവളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവ മറ്റുള്ളവരെ കാണിക്കാതെ ആ ഒരു കാർഡ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചേക്കും. എന്നിട്ട് ഇവർ 3 പേരും അവിടെ നിന്ന് അങ്ങ് പോകുന്നതും ആരും സഹായിക്കാനില്ലാതെ ഹീറോയിൻ ഒരുപാട് നേരം അവിടെ കിടക്കുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഹീറോയിൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഡിറ്റക്റ്റീവ് ചെന്നെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവന്റെ അടുത്തേക്ക് വന്ന് ഈ ഒരു പരാതി കൊടുക്കാനായിട്ടിരിക്കും. അപ്പൊ അവൻ ചോദിക്കും, ഓ അപ്പൊ നിങ്ങളെ റേപ്പ് ചെയ്തെന്നാണ് പറയുന്നത്, അവരാരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മുഖം എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെല്ലാം അവിടെ ആ ഒരു വിക്കി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ അത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നെല്ലാം പറഞ്ഞ് അതുകൊണ്ട് അവൻ പറയും, ഓക്കെ നീ കൂടുതലൊന്നും പറയണ്ട, ദേ ഇതില് വിലാസവും മറ്റു കാര്യങ്ങളെല്ലാം എഴുതിത്താ, ബാക്കി ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറയുമ്പോൾ അവൾ ആ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതാണ്. എന്നിട്ടാണ് ഹീറോയിൻ ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് മുടിയെടുത്ത് അവന്റെ കയ്യിൽ ഇങ്ങനെ കൊടുക്കും. അപ്പൊ അവന്മാരുടെ ദേഹത്തുള്ള മുടിയാണത്. അപ്പൊ അവൻ ചോദിക്കും, ഇത് വെച്ചെന്താ DNA ടെസ്റ്റ് ചെയ്യാനാണോ? അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. അതുമല്ല ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പൊ ആവശ്യമാണ്. ഒരു റേപ്പ് കേസ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോ ഞാൻ ചെയ്യുന്നല്ല, ലേഡി കോൺസ്റ്റബിൾമാരിപ്പോ വരും, അവർ വന്ന് നിന്നെ പരിശോധിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് കേസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ നിന്റെ വിവരങ്ങളൊക്കെ താന്നും പറഞ്ഞ് അവൻ ആ ഒരു പേപ്പർ വാങ്ങിക്കാണ്ട് വരുമ്പോ ഹീറോയിൻ ഈ ഒരു ജീൻസ് പാന്റ് ആണല്ലോ ഇട്ടേക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ഈ ഒരു ചോദ്യം ചോദിക്കും. സത്യം പറയാലോ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അവൻ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, നീ ജീൻസ് പാന്റ് ആണോ ഇട്ടേക്കുന്നത്? അത് ഇത്രയും ടൈറ്റ് ഉള്ള ഒരു പാന്റ് ഇതിട്ടോണ്ട് പോകുന്ന നിന്നെ അവന്മാര് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വലിച്ചൂരാൻ തന്നെ അത്യാവശ്യം പാടാണ്. അതേപോലെ നീ അത്രയും ബഹളം വെച്ചിട്ടും അവിടെയുള്ള ആരും കേട്ടില്ല ഈ ഒരു ശബ്ദമൊന്നും. വല്ല പാവാടയോ കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ നീ പറയുന്നത് വിശ്വസിക്കായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുമ്പോഴത്തേക്കും ഇതിൽ കൂടുതൽ ഹീറോയിൻ അവിടെ നിൽക്കണോ വേണ്ടയോ? എന്നിട്ട് അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ഹീറോയിൻ ഒരു വേശ്യാണെന്നുള്ള രീതിയിലാണ് അവന്റെ സംസാരം എല്ലാം പോകുന്നത്. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് എന്നെല്ലാം പറയും. അങ്ങനെ ഇതുകൂടി കേൾക്കുന്നതും ജിയോൺ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് ഇപ്പൊ നിയമം പോലും തന്റെ കൂടെയില്ല. ആ ഒരു രീതിയിൽ അവൾ ഒരുപാട് നേരം വിഷമിച്ച് വെളിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ആ ഒരു ഓഫീസറിനെ കാണിക്കുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഈ ഒരു കാര്യം ഓഫീസറിനെ വിളിച്ചു പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ ഓഫീസർ പറയുന്നതാ വെച്ചാല്, എന്നിട്ട് നീ ആ ഒരു പെണ്ണെ വെറുതെ പറഞ്ഞയച്ചു, ഒരു ടെസ്റ്റ് പോലും നടത്താതെ ദാ വരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു ഓഫീസർ പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ജിയോൺ അവൾ നടന്ന അവസാനം വീട്ടിലേക്ക് വന്ന ആ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഈ റേപ്പ് ചെയ്തവന്മാരിൽ ഒരുത്തൻ അതിനകത്ത് നിൽക്കുന്നു. എന്താന്ന് വെച്ചാല് അവൻ ആ ഒരു കാർഡിലുള്ള അഡ്രസ് കണ്ടുപിടിച്ചാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇതുകൂടി കാണുന്നത് ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെ നിൽക്കാണ്. ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴാണെങ്കിലോ ഓഫീസർ നേരെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു പോലീസുകാരന് പറയുന്നുണ്ട്, ഇതിന് നീ അവളെ പറഞ്ഞയച്ചു, ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കണമെന്നൊരു നിനക്ക് അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ട് ഓക്കെ ഈ ഒരു കേസ് എനിക്ക് കൈമാറി ഞാൻ നോക്കിക്കോളാന്ന് പറയുമ്പോൾ അവൻ പറയും, എന്ത് നീ എന്റെ നിന്ന് ചോദിച്ചു വാങ്ങുന്നു, ഇവിടെ സീനിയോറിറ്റി ആർക്കാണെന്നറിയോ എന്നും പറഞ്ഞ് അവൻ അതിന്റെ അഹങ്കാരമാണ്. ഇപ്പൊ നമ്മുടെ ഓഫീസർ ഒരു കേസ് എടുത്ത് അന്വേഷിക്കരുത്, ഇവനെക്കാട്ടിലും നല്ല രീതിയിൽ കേസുകൾ അന്വേഷിക്കുന്നതുകൊണ്ട് തന്നെ ഇവന് ഓഫീസറിനോട് പ്രത്യേക ഒരു അസൂയാണ്. ആ ഒരു രീതിയിൽ രണ്ടുപേരും വഴക്കിടുമ്പോൾ ഇവരുടെ ചീഫ് പെട്ടെന്ന് അവിടേക്ക് നടന്നു വരുന്നതും രണ്ടുപേരും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. കാരണം ഇതുപോലെ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരെ ഇങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതേസമയം ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോൾ അവനിപ്പോ ഹീറോയിനെ പിടിച്ച് കട്ടിലേക്ക് എടുത്തിട്ട് അവളെ പിന്നെ അടിക്കാണ്. ഇപ്പോഴാണ് അവളെ റേപ്പ് ചെയ്ത് ആ ഒരു അവസ്ഥയിൽ അവള് വീട്ടിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ ഹീറോയിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹീറോയിനെ കരയാതെ വേറെ ഒരു വഴിയുമില്ല. അങ്ങനെ അവള് കരയുമ്പോഴത്തേക്കും അടുത്തുള്ള റൂമിൽ അവളുടെ സുഹൃത്തിന്റെ ആ ഒരു ഭർത്താവ് ഉണ്ടല്ലോ, അവൻ അവന്റെ റൂമിൽ ഇരുന്നിട്ട് ഈ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ അവൻ വിചാരിക്കുന്നത് എന്താണ്, വേറെ ആരെങ്കിലും ഇതുപോലെ വീട്ടിൽ വിളിച്ചു വരുത്തിയതായിരിക്കും എന്നുള്ള രീതിയിലാണ് അവൻ ചിന്തിക്കുന്നത്. ഈ ഒരു സമയത്ത് ഹീറോയിൻ അവിടെ ഇരിക്കുന്ന ഒരു കട്ടിയുള്ള ഒരു ഗ്ലാസ് ഉണ്ട്, അതെടുത്ത് ഇവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അങ്ങനെ അടി കൊണ്ട് അവൻ താഴെ വീഴുമ്പോഴത്തേക്കും ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവൻ അടി കൊണ്ടിട്ടും വെറുതെ ഇരിക്കുന്നതാണോ അവളെ പിടിച്ചു വെച്ച് വീണ്ടും അവളുടെ അടുത്തേക്ക് വരുമ്പോ ഈ ഒരു പൊട്ടിയ പീസ് എടുത്ത് വെച്ചിട്ട് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. അത്രയേ ഉള്ളൂ, അവന്റെ കാര്യം അവിടെ വെച്ച് കഴിഞ്ഞു. അവൻ നേരെ താഴേക്ക് വീണ്ട് നീ എന്താ എന്നെ ചെയ്തേ, പ്ലീസ് എന്നെ രക്ഷിക്ക് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൾ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ ഇപ്പോ വൃത്തിയായിട്ട് അവളുടെ റൂമിൽ തന്നെ നിൽക്കാണ്. കാരണം ഇവന്റെ ശരീരം ഇവിടെ കിടക്കുകയാണല്ലോ. ആ ഒരു സമയത്താണ് ഓഫീസർ
ഓഫീസർ അവളുടെ അഡ്രസ്സ് മനസ്സിലാക്കി നേരെ വീടിനടുത്തേക്ക് വന്ന്. ഇപ്പൊ ഹീറോയിൻ കഥവ് തുറക്കുമ്പോഴത്തേക്കും അല്ല നീയല്ലേ നേരത്തെ സ്റ്റേഷനിൽ വന്നേ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ ഓഫീസർ പറയുന്നുണ്ട് ഇല്ല അങ്ങനെയല്ല, നിന്നെ ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഹീറോയിൻ അപ്പോഴും സമ്മതിക്കാതെ പെട്ടെന്ന് ആ ഒരു ഡോർ അങ്ങ് അടയ്ക്കാണ്. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, അവന്റെ ശരീരം ഇപ്പോഴും ഉള്ളിൽ കിടക്കാണ്, അത് കണ്ടു കഴിഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ അവര് പോകുമ്പോൾ ഈ ഒരു ശരീരം വെച്ചിട്ട് ഹീറോയിൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ അതിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഓഫീസറും അവളുടെ കൂടെയുള്ള ആ ഒരു അസിസ്റ്റന്റും ഇവര് രണ്ടുപേരും തിരിച്ചു പോകുമ്പോൾ ഓഫീസർ പറയുന്നുണ്ട് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് അങ്ങനെയെല്ലാം പെരുമാറിയത് കൊണ്ടാണ് അവൾക്ക് ആ ഒരു അവസ്ഥ, അവളുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാം എന്നും പറഞ്ഞ് ഓഫീസർ നേരെ ഓഫീസറിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഓഫീസറിന്റെ ആ ഒരു സഹോദരി ഉണ്ടല്ലോ അവളുടെ അടുത്തിരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ എന്നത്തെയും പോലെ തന്നെ ജോലിക്ക് വരുന്നു. സാധാരണ രീതിയിൽ അവൾ ജോലി ചെയ്യുന്നുണ്ട്, എന്നിരുന്നാൽ ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അതിപ്പോഴും ഉണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്താണ് ഓഫീസർ ഹീറോയിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് വരും. എന്നിട്ട് ഹീറോയിനെ മാറ്റി നിർത്തി അവളോട് ഓക്കെ നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ ഒരു പേപ്പറിൽ എഴുതാൻ പറയുമ്പോൾ ഹീറോയിൻ അതിൽ എഴുതും എനിക്ക് നിങ്ങൾ ആരെയും വിശ്വാസമില്ലാന്ന്. എന്നിട്ട് ആ ഒരു ബുക്ക് അങ്ങ് കൊടുക്കുമ്പോൾ ഓഫീസർ അത് വായിച്ചിട്ട് ഓക്കെ തെരഞ്ഞെടുപ്പ് നിന്റെ തന്നെയാണ്, പക്ഷെ ഈ ഒരു കാര്യത്തിൽ നീ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റായിരിക്കും, കാരണം നിനക്ക് ഇങ്ങനെ സംഭവിച്ചു, അതിൽ നിനക്ക് പോലീസിനെ വിശ്വാസം ഇല്ലായിരിക്കാം, പക്ഷെ അവന്മാരെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് വീണ്ടും ഈ ഒരു അവസ്ഥ സംഭവിക്കും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നീ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ, ഓക്കെ നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചാലോ എന്നും പറഞ്ഞ് ഹീറോയിനെ കൊണ്ടുവന്ന് അവൾക്ക് ഫുഡെല്ലാം വാങ്ങിക്കൊടുക്കാണ്. എന്നിട്ട് ഓഫീസർ പറയുന്നുണ്ട് നിന്നെ പോലെ തന്നെയാണ് എന്റെ സഹോദരിക്കും സംസാരിക്കാൻ കഴിയത്തില്ല, അവളിപ്പോ വീട്ടിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ വീട്ടിലേക്ക് വന്ന് അവന്റെ ആ ഒരു ശരീരം എന്തെങ്കിലും ചെയ്യണം, അതിനുവേണ്ടി അവൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, അവന്റെ ശരീരം ഇപ്പോ പീസ് പീസായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങും. ഇതല്ലാതെ ആ ഒരു ശരീരം അവിടെ നിന്ന് മാറ്റാനായിട്ട് വേറെ ഒരു വഴിയുമില്ല. അങ്ങനെ ഹീറോയിന് വേറെ വഴിയില്ലാതെ അവന്റെ ശരീരം പീസ് പീസായിട്ട് കട്ട് ചെയ്ത് ആ ഒരു ശരീരഭാഗങ്ങളെല്ലാം ഒരു കവറിലാക്കി ആ ഒരു ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വെക്കും. അങ്ങനെ വീണ്ടും പേടിച്ച് ആ ഒരു ശരീരം വെച്ചിട്ടാണല്ലോ വീടിനകത്ത് നിൽക്കുന്നത്, ആർക്കെങ്കിലും നേരിച്ച് വന്ന് ഉറങ്ങാൻ പറ്റൂ, ഒരിക്കലുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഹീറോയിൻ ഇപ്പോ വെളിയിലേക്ക് പോയിട്ട് തിരിച്ചകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു സുഹൃത്ത് ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ചോദിക്കുന്നത് ഏയ് ഇന്നത്തെ ദിവസം ഞാൻ നിന്നോടൊപ്പം നിന്റെ വീട്ടിൽ കിടന്നോട്ടെ, അവനും എല്ലാം കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കും, ഈ ഒരൊറ്റ ദിവസം മാത്രം ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പൊ അവളെ അകത്തേക്ക് വിടാനും കഴിയത്തില്ല. അതുകൊണ്ട് ഹീറോയിൻ പറയും ഇല്ല നിന്നെ എന്തായാലും അകത്തേക്ക് കയറ്റാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു സുഹൃത്ത് പറയുന്നുണ്ട് എന്തു പറ്റി, ഞാൻ നിന്നോടൊപ്പം വരാത്തതിന്റെ ആ ഒരു ദേഷ്യമാണോ, ഏയ് അതൊന്നുമല്ല, പക്ഷെ നിന്നെ അകത്തേക്ക് കയറ്റാൻ കഴിയത്തില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും ആ ഒരു സുഹൃത്ത് അത് കേൾക്കുന്നില്ല. അവളിപ്പോ അകത്തേക്ക് കയറാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ അവളുടെ മുഖത്തേക്ക് ഒരു ഒറ്റയടി, വേറെ വഴിയില്ല, ഇതല്ലാതെ ഹീറോയിൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ആ ഒരു സുഹൃത്ത് പിണങ്ങി അവിടെ നിന്ന് പോവാണ്. അതേസമയം ഡിറ്റക്റ്റീവ് ചെൻ അവനെ കാണിക്കുമ്പോൾ അവനിപ്പോ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കാരണം ഈ ഒരു റൗഡികളൊക്കെ ആയിട്ട് അവൻ എന്തോ കണക്ഷനൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം വേറെ ആരും ഒളിഞ്ഞിരുന്ന് ഫോട്ടോസിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാതാണ് ആ ഒരു പോലീസുകാരൻ നടക്കുന്നത്. അതേസമയം ഇവിടെ ഹീറോയിൻ ഈ കട്ട് ചെയ്ത ശരീരത്തിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊരു കവറിലാക്കി എവിടെയെങ്കിലും കൊണ്ട് കളയണം, അതിനുവേണ്ടി രാത്രിയിൽ അവൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു സുഹൃത്തും അവളുടെ ഭർത്താവും ഇപ്പൊ മുകളിലേക്ക് കയറി വരികയാണ്. സുഹൃത്താണെങ്കിൽ അവളെ നോക്കുന്നില്ല. അങ്ങനെ അവൾ അകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ഭർത്താവ് ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഉണ്ടെങ്കിൽ മാത്രം അവളെ എപ്പോഴും സംരക്ഷിക്കാൻ കഴിയുമെന്നാണോ, ഒരിക്കലുമില്ല, അതുകൊണ്ട് ഇനി അവളുടെ പിറകെ വരുന്നത് നിർത്തിക്കൊന്നില്ല പറയുമ്പോൾ അവളുടെ കയ്യിൽ ആ ഒരു ബാഗ് ഇരിക്കുന്നല്ലോ, ഏയ് ഇതിലെന്താ നീ കൊണ്ടുപോകുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോയിൻ പേടിക്കുന്നുണ്ട്. പക്ഷെ എന്തോ അവൻ അത് വലിയ കാര്യമൊക്കെ തിരിച്ചു പോകുന്നതും ഇവിടെ ആ ഒരു ചെൻ എന്ന് പറഞ്ഞ ഡിറ്റക്റ്റീവിനെ കാണിക്കുമ്പോൾ അയാൾ തിരിച്ച് കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾക്ക് ആ ഒരു DNA റിപ്പോർട്ട് കിട്ടി. ഓക്കെ എന്തായാലും അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങളെല്ലാം അയാൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോ എന്തായാലും എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അയാൾ ഹീറോയിന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് ആ ഒരു ഡോറിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കാണ് അവൾ തുറക്കുന്നില്ല, കാരണം അവളിപ്പോ വെളിയിലേക്ക് പോയല്ലേ ഉള്ളൂ. അപ്പോഴാണ് ആ ഒരു സുഹൃത്തിന്റെ ഭർത്താവ് വെളിയിലേക്ക് ഇറങ്ങുന്നത്. അല്ല നീ ആരാ, എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയും അല്ല ജീവൻ ഇവിടെ ഇല്ലേ. അപ്പോഴാണ് അവൻ പറയുന്നത് അല്ല നീ ആരാ, ഓ അവളെ കാണാമെന്നാണോ, അതുകൊണ്ട് നീയാണോ കഴിഞ്ഞ ദിവസം അവളോടൊപ്പം കിടന്ന് ഉറങ്ങിയത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഈ ഒരു പോലീസുകാരൻ അവനെ പിടിച്ച് രണ്ടിടി. എന്താന്ന് വെച്ചാൽ അവൻ ഈ ഒരു ശബ്ദം കേട്ട കാര്യങ്ങളെല്ലാം ഈ ഒരു പോലീസുകാരനോട് പറഞ്ഞിരുന്നു, അതവൻ എന്തായാലും കൊള്ളേണ്ടത് തന്നെയാണ്. അത് കൊണ്ടിട്ടാണ് അവനോട് ചോദിക്കുന്നത് ഓക്കെ ഇനി പറയേ അവളെവിടെ, അവൾ കുറച്ചു നേരത്തെ വെളിയിലേക്ക് പോയതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം കൂടി കേൾക്കുന്നതും ഈ ഒരു ഡിറ്റക്റ്റീവ് ഇവൻ മുന്നേ തന്നെ ഒരു മോശപ്പെട്ട സ്വഭാവക്കാരനാണ്. ഇപ്പൊ ഇതുകൂടി കേൾക്കുമ്പോൾ അവൻ വിശ്വസിക്കുന്നത് എന്താണ്, ഹീറോയിൻ അതുപോലെ ഒരു സ്ത്രീയാണ്, എന്നിട്ട് വെറുതെ കള്ളക്കേസ് കൊടുക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് വന്നു എന്നാണ് അവൻ ഇപ്പൊ ചിന്തിക്കുന്നത്. എന്നിട്ട് ഹീറോയിനെ അന്വേഷിച്ച് ആ ഒരു സിറ്റിയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ അവൾ നടന്നു പോകുന്ന ആ ഒരു കാര്യം അവൻ കണ്ടിട്ട് കാർ എടുത്ത് നിർത്തി ഇപ്പൊ ഹീറോയിന്റെ പുറകെ തന്നെ നടന്നു വരും. അങ്ങനെ അവൾ ഈ ഒരു കാര്യം അറിയാതെ കുറെ ദൂരം നടക്കുമ്പോൾ ഈ ഒരു ഡിറ്റക്റ്റീവ് പുറകെ വന്നിട്ട് ഹേ ജിയുൺ അവിടെ നിൽക്ക്, നിന്നെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടു. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു സ്ത്രീ അന്ന് രാത്രി തന്നെ എങ്ങനെയാണ് മറ്റൊരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ഓരോരുത്തരോടൊപ്പം പോയി കിടന്ന് കറങ്ങിയിട്ട് അവസാനം അവര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ വേണ്ടി, അതും കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നുണ്ട്, അതുകൊണ്ട് വാ നമുക്കിപ്പോ സ്റ്റേഷനിലേക്ക് പോവാന്ന് പറഞ്ഞ് അവളുടെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ അവൾ കൈ ഇങ്ങനെ പിടിച്ചു മാറ്റും. അതുമല്ല അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കവർ ഉണ്ടല്ലോ അത് തെറിച്ച് താഴേക്ക് വീഴുകയും ചെയ്യും. ഇത് കാണുമ്പോൾ അയാൾ പറയും ഹേയ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അവൾ ആ ഒരു കവറിലേക്ക് നോക്കുമ്പോൾ ഇവനും എന്താണെന്നറിയാൻ വേണ്ടി ആ ഒരു കവറിലേക്ക് നോക്കിയിട്ട് ഏയ് ഇതിലെന്താ എന്നും പറഞ്ഞ് പതിയെ ആ ഒരു കവർ തുറന്ന് നോക്കുമ്പോ ആഹാ അതിലുള്ളത് വേറൊന്നുമല്ല, നേരത്തെ കൊന്നല്ലോ അവന്റെ 2 കൈ വെട്ടി വെച്ചേക്കുന്നു.
ഇതുകൂടി കാണുന്നത് ഡിറ്റക്റ്റീവ് പെട്ടെന്ന് പേടിച്ച് താഴേക്ക് വേണ്ടിട്ട് അല്ല നീ ആരാന്ന് ചോദിക്കുമ്പോൾ ജിയോൻ അവിടുന്ന് ഒരു ഒറ്റ ഓട്ടം അവളെ വെറുതെ വിടും പുറകെ തന്നെ പോകുന്നുണ്ട്. ജിയോൻ ആണെങ്കിൽ പല വഴിയിലൂടെ ഇങ്ങനെ ഓടി വഴി നല്ലതുപോലെ അറിയാത്തത് കൊണ്ട് അവിടെ എല്ലാം കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെ അവസാനം ഓടി വീണ്ടും ഈ ഒരു ഡിറ്റക്റ്റീവിന്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരും. അപ്പോഴേക്കാണ് അയാള് വിലങ്ങെടുത്തിട്ട് ഓക്കെ വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് ഹീറോയിനെ പിടിച്ചോണ്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവള് സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഡിറ്റക്റ്റീവ് അവളെ പിടിച്ച് താഴേക്കിട്ട് അവളുടെ വയറിൽ നല്ലതുപോലെ ചവിട്ടുന്നുണ്ട്. എന്നിട്ട് പറയും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അവളെ പിടിക്കാൻ വരുമ്പോൾ അവൾ വീണ്ടും അവനെ ചവിട്ടി അവസാനം അവന്റെ അരയിലിരിക്കുന്ന ആ ഒരു തോക്ക് താഴേക്ക് വീഴും. പക്ഷെ അത് അവള് കാണത്തില്ല. അതിനു മുന്നേ ഒരു കട്ടയെടുത്ത് ഡിറ്റക്റ്റീവിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അപ്പോഴേക്കാണ് ആ ഒരു പോലീസുകാരെ എഴുന്നേറ്റ് ഹീറോയിൻ ഓടാനായിട്ട് വരുമ്പോഴത്തേക്കും അവളെ പിടിച്ചു വെച്ച് ഒരു ഒറ്റയടി മുഖത്ത് കറങ്ങി താഴെ വീഴുമ്പോൾ അവൻ പറയുന്നുണ്ട് ഒരു പോലീസുകാരനെ അടിക്കാറായോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇടിയും മിന്നലും. എന്താന്ന് വെച്ചാല് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ ഹീറോയിനായാലും പേടിച്ചു പോയി. അതുമല്ല താഴെ വീണ് കിടക്കുന്ന ആ ഒരു തോക്കുണ്ടല്ലോ അത് അവളങ്ങ് എടുക്കും. എന്നിട്ട് അവന്റെ നേർക്ക് എന്നെ ചൂണ്ടി നിൽക്കുമ്പോഴത്തേക്കാണ് ഇത് വെച്ച് നിന്നെ ഷൂട്ട് ചെയ്യാൻ പോകണോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് സത്യത്തില് ഹീറോയിന് കോളേജില് സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അത് വേറെ ഒന്നിനല്ല ഷൂട്ടിങ്ങിനാണ്. കാരണം അവൾ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഷൂട്ടിങ് പ്രാക്ടീസ് ചെയ്തിട്ട് അതില് സമ്മാനമെല്ലാം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോലീസുകാരൻ ഓടി അവളുടെ അടുത്തേക്ക് വരുന്നതും അവൾ ഒറ്റ കൈ കൊണ്ട് ആ ഒരു പോലീസുകാരനെ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അയാൾ അവിടെ മരിച്ചു വീഴാണ്. അങ്ങനെ അയാൾ മരിച്ചു വീണതിന് ശേഷം ഹീറോയിൻ ആ ഒരു തോക്കെടുത്ത് അവളുടെ വായിലേക്ക് വെച്ച് ഷൂട്ട് ചെയ്ത് മരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവളെ കൊണ്ട് അത് കഴിയുന്നില്ല. ഇപ്പൊ വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ലോകത്ത് അവൾ സ്വയം മരിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ അടുത്ത ദിവസം ഈ ഒരു സ്ഥലത്തേക്ക് പോലീസുകാരും അതേപോലെ തന്നെ ആ ഒരു ഓഫീസർ ഇവരെല്ലാവരും വന്ന് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മഴയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റും മറ്റു കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിനെ റേപ്പ് ചെയ്തല്ലോ. അവന്മാര് മൂന്നുപേരും ഒരു മാഫിയ തലവന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇവരുടെ കൂട്ടത്തിലുള്ള ആ മരണപ്പെട്ടവനുണ്ടല്ലോ അവൻ എന്തോ പണമോ കാര്യങ്ങളോ കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ ഹീറോയിൻ അവനെ കൊന്ന കാര്യം ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്തോ പറ്റിച്ചു പോയെന്നും പറഞ്ഞ് അവനെ അന്വേഷിച്ച് നടക്കാണ് അവര്. ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ ചെന്നെന്ന് പറഞ്ഞ ആ ഒരു ഡിറ്റക്റ്റീവും ഈ ഒരു മാഫിയ സംഘമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടല്ലോ ആ ഒരു കാര്യത്തെ പറ്റി അന്വേഷിക്കാനും നമ്മുടെ ഓഫീസറും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓഫീസർ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് തന്റെ സഹോദരിക്ക് ഈ ഒരു മരുന്നും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നേഴ്സുമാരെയും കൊണ്ട് നേരെ റൂമിലേക്ക് ചെന്നിട്ട് അവളുടെ സഹോദരി വരാത്തത് കൊണ്ട് നല്ലതുപോലെ ദേഷ്യപ്പെട്ട് ആ ഒരു സഹോദരിയോട് ഇങ്ങനെ സംസാരിക്കും. അത് കഴിഞ്ഞ് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഹീറോയിന്റെ കാര്യം ഓർമ്മിച്ച് ഓഫീസർ ഹീറോയിനെ വിളിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സംസാരിക്കാൻ കഴിയാത്ത ഒരു സഹോദരി എനിക്കുണ്ടെന്ന്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് അവളെ നോക്കുന്നത്. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് പോലെ പണ്ടൊന്നും അവൾക്ക് ഇത്ര അസുഖമൊന്നും ഇല്ലായിരുന്നു. അവൾ ഇപ്പോഴും എന്നെ ഇത്രയും വെറുക്കാൻ കാരണം വേറൊന്നുമല്ല എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം പറയാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഓഫീസർ അത് പറയത്തില്ല. എന്നിട്ട് പറയും ജിയോൺ നിന്നെ ആരാണ് വേദനിപ്പിച്ചത് അവരെനിക്ക് കാണിച്ചു തന്നേ മതിയാവൂ. കാരണം ഞാൻ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഒരു തവണയെങ്കിലും എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോയിൻ നേരെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവരാരാണെന്നുള്ള കാര്യം എഴുതി കൊടുക്കാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ ഇപ്പൊ ചോദിക്കുന്നത് അല്ല ഞാൻ ആദ്യം ആർക്കാ കേസ് കൊടുത്തേ ആ ഒരു പോലീസുകാരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പറഞ്ഞു വിടും. അപ്പൊ ഇപ്പോഴും ഡിറ്റക്റ്റീവ് ചെന്നിനെ കൊന്നത് ആരാണെന്നുള്ള കാര്യം ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോറി നമ്മുടെ ഹീറോയിനെ പറഞ്ഞു കൊടുത്തില്ല. ഹീറോയിൻ അവിടെ തന്നെ ഇരുത്തും. അപ്പോഴേക്കാണ് ആ ഒരു മാഫിയ സംഘം ഉണ്ടല്ലോ അവരെല്ലാവരും ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഹീറോയിൻ ഇപ്പൊ അവരെ ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. അതിലാണ് ഹീറോയിനെ റേപ്പ് ചെയ്ത ആ ഒരു 3 പേരിൽ 2 പേര് അവന്മാര് 2 പേരും ഈ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹീറോയിൻ കണ്ടിട്ട് അവന്മാരെ കാണുമ്പോൾ തന്നെ കാണാതിരിക്കാൻ വേണ്ടി അവൾ മുഖം തിരിച്ചിങ്ങനെ വെക്കും. അതുമല്ല കുറെ നേരം അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഹീറോയിൻ ഇപ്പോ നമ്മുടെ ഓഫീസറിനോട് വേറെ ഒന്നും പറയാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവള് നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് ആകെ വിഷമിച്ചിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു സ്റ്റേഷന്റെ വെളിയിലേക്ക് വന്ന് നിൽക്കും. എന്താന്ന് വെച്ചാല് അവരെ 2 പേര് സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കുമ്പോൾ ഹീറോയിൻ അവരെ ഫോളോ ചെയ്ത് പോവാണ്. അവരെവിടെയാണ് താമസിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു മുടിയനും അതേപോലെ തന്നെ ആ ഒരു മഞ്ഞ ഷർട്ട് ഇവര് 2 പേരും ഒരുപാട് ദൂരം എന്തൊക്കെയോ സംസാരിച്ച് നടന്നിട്ട് ഇപ്പൊ 2 പേരും 2 വഴിക്ക് പോകുന്നു. അപ്പൊ ആ ഒരു മഞ്ഞ ഷർട്ടിന്റെ കൂടെയാണ് ആദ്യം ഹീറോയിൻ പോകുന്നത്. ഒരുപാട് ദൂരം അവനെ ഫോളോ ചെയ്ത അവസാനം അവരെവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം അവൾ കണ്ടുപിടിക്കും. എന്നിട്ട് വീണ്ടും വീട്ടിലേക്ക് ചെന്നിട്ട് ആകെ വിഷമിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ അടുത്ത ദിവസം അവൾ ബസ്സിൽ പോകുമ്പോൾ ഇവിടെ സ്റ്റേഷനല്ലേ ഇവൾ ആദ്യം കൊന്ന ഒരുത്തന്റെ ശരീരം പല പീസായിട്ട് വെട്ടി പലയിടങ്ങളിൽ എറിഞ്ഞല്ലോ. അതല്ലേ ഇപ്പൊ എല്ലാവരും കണ്ടുപിടിച്ചു. പക്ഷെ ആരാണിത് ചെയ്തത് എന്നുള്ള കാര്യം പോലീസിനെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ഒരു ചീഫിനെ മേലുദ്യോഗസ്ഥര് വഴക്ക് പറയുന്നുണ്ട്. ഹീറോയിൻ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് ഇതേ കാര്യം ന്യൂസിൽ കേൾക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ നേരെ പോകുന്നത് അവളുടെ അച്ഛനെ അമ്മയെ അടക്കം ചെയ്ത ആ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് അവളുടെ അച്ഛനോടും അമ്മയോടും എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ച് ഒരുപാട് നേരം അവിടെ നിന്ന് കരഞ്ഞ് എന്തോ ഒരു തീരുമാനം എടുക്കുന്നു. അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ അവൾ ജോലി ചെയ്യുന്ന ആ ഒരു കമ്പനി ഉണ്ടല്ലോ അവിടേക്ക് വന്നിട്ട് ഇപ്പോൾ ഡ്രസ്സെല്ലാം മാറി തിരിച്ചിറങ്ങി വരുമ്പോൾ ഹീറോയിൻ എപ്പോഴും വഴക്ക് പറഞ്ഞ് കളിയാക്കുന്ന ഒരു സ്ത്രീ അവരവിടെ നിൽപ്പുണ്ട്. ഇത്തവണ ഹീറോയിനെ കണ്ട് എന്താണ് നീ എന്നെ നോക്കുന്നേ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതും ഒരടി മുഖത്തേക്ക് ഹേയ് എന്നും പറഞ്ഞ് കൈ ഇങ്ങനെ ഓകുമ്പോഴത്തേക്കും അടുത്ത ഒരടി ഈ 2-3 അടി കൊള്ളുമ്പോഴത്തേക്ക് ഈ ഒരു സ്ത്രീക്ക് എന്താണെന്ന് അറിയത്തില്ല. അവർ മിണ്ടാതെ നിൽക്കും. എന്നിട്ട് നേരെ ആ ഒരു മാനേജറിന്റെ റൂമിലേക്ക് കയറി ചെന്ന് ഈ ഒരു കമ്പനിയിലെ ജോലി വേണ്ടാന്ന് പറഞ്ഞ് അവള് റിസൈൻ ചെയ്തിട്ട്
ആ ഒരു പേപ്പറും കൊടുത്ത് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എന്താണെന്ന് വെച്ചാൽ അവൾ അവളുടെ ജോലി റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞ് അവൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരികയാണ്. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ആ ഒരു ഫ്രണ്ടിന്റെ ഭർത്താവുണ്ടല്ലോ, അവൻ താഴേക്ക് ഇറങ്ങി പോകുന്നു. അവനെ കാണുമ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് വീണ്ടും അടിച്ചു പൊളിക്കാനായിട്ട് വന്നേക്കാണോ, ഇനി നീ അവളുടെ പിറകെ ചെന്ന് കഴിഞ്ഞാലേ നിന്നെ ഞാൻ കൊല്ലുമെന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഹീറോയിൻ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ ഒന്ന് ചെയ്ത് കാണിച്ചേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ എന്തോ പേടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കും. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് അവന്റെ കയ്യിലെ രക്തമുണ്ട്. അത് അവന്റെ പാന്റിൽ അവനിങ്ങനെ തുടയ്ക്കുന്നു. ഇത് കാണുമ്പോൾ ഹീറോയിൻ എന്തോ ഒരു കാര്യം മനസ്സിലായിട്ട് അവൾ ഓടി അവളുടെ സുഹൃത്തിന്റെ ആ ഒരു റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവൻ അവളുടെ തലയിലൊക്കെ നല്ലതുപോലെ അടിച്ച് ആ ഒരു പെണ്ണെ നല്ലതുപോലെ ഉപദ്രവിച്ചിട്ടാണ് അവൻ താഴേക്ക് ഇറങ്ങി പോയിട്ടുള്ളത്. അങ്ങനെ ഹീറോയിൻ അവളെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് നടന്നിറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആ ഒരു സുഹൃത്തിനെ എന്തായാലും നല്ലപോലെ ചികിത്സിക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടക്കണം. അപ്പോഴാണ് ഹീറോയിൻ ഒരു കാര്യം ആലോചിക്കുന്നത്. അവളുടെ കയ്യിൽ ആ ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്നെടുത്ത ആ ഒരു തോക്കുണ്ടല്ലോ, അത് ഇപ്പോഴും കയ്യിലുണ്ട്. അങ്ങനെ ആ ഒരു തോക്ക് എടുത്ത് ഹീറോയിൻ ഇപ്പൊ എന്തോ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ ഒരു സുഹൃത്തിന്റെ ഭർത്താവുണ്ടല്ലോ, അവൻ ഇപ്പൊ എവിടെയോ ഇരുന്നിട്ട് സിഗരറ്റ് എല്ലാം വലിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവന്റെ കാർ എടുക്കാനായിട്ട് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും അവന്റെ കാറിന്റെ ഗ്ലാസ് ഹീറോയിൻ അടിച്ചു പൊടിച്ചിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. അപ്പൊ ഇത് കണ്ട അവൻ അപ്പൊ നീയാണല്ലോ ഇത് ചെയ്തത്, നിക്കിടി അവിടെ നിന്ന് പറഞ്ഞ് ഹീറോയിന്റെ പുറകെ തന്നെ വരുമ്പോ ഹീറോയിൻ അങ്ങനെ അവിടെ നിന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് ആലറി വിളിക്കുന്നത് അവന്റെ നെറ്റിയിൽ നോക്കി ഷൂട്ട് ചെയ്ത് അവൻ അവിടെ വെച്ച് കൊല്ലും. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം അവന്റെ ആ ഒരു മരണക്കേസ് അന്വേഷിച്ച് ഹീറോയിനും നമ്മുടെ ഓഫീസറും ബാക്കി എല്ലാ പോലീസുകാരും അവിടേക്ക് വന്ന് അവിടെയുള്ള തെളിവുകളെല്ലാം എടുത്തിട്ട് അത് കഴിഞ്ഞ് അവന്റെ ഭാര്യ ഉണ്ടല്ലോ, ഹീറോയിന്റെ സുഹൃത്ത്, അവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരും. എന്നിട്ട് നിന്റെ ഭർത്താവിനെ നീ അവസാനമായിട്ട് എപ്പോഴാ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഇന്നലെ എന്റെ വീട്ടിൽ വെച്ച് അവൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, അത് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഇവിടെയാണ് എന്നെ ജീവനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്നതും ജീവനോ അവള് നിനക്കറിയോ? അതെ അറിയാം, എന്റെ സുഹൃത്താണ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഈ ഒരു അസിസ്റ്റന്റിന് എന്തോ ഒരു കാര്യം മനസ്സിലാവുന്നത്. അപ്പൊ വെളിയിലേക്ക് വരുമ്പോ ഓഫീസറിനോട് ആ ഒരു അസിസ്റ്റന്റ് പറയുന്നുണ്ട്, മേഡം എനിക്ക് തോന്നുന്നു ആ ഒരു മിണ്ടാൻ കഴിയാത്ത പെണ്ണില്ലേ പരാതി കൊണ്ടുവന്ന ജിയോൺ, അവള് ഇതൊക്കെ ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്ന്. അപ്പൊ ഇത് കേൾക്കുന്ന ഓഫീസർ പറയും, ഹേയ് അത് നിനക്ക് വെറുതെ തോന്നാണ്, ഈ ഒരു സാഹചര്യത്തിലുള്ള ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അത് ഒരാളുടെ നെറ്റിയിൽ ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ് ആ ഒരു പെണ്ണെ കൊണ്ട്, നിനക്ക് തോന്നുന്നതായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ അത് വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓഫീസർ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൾക്ക് എന്തൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അയച്ചതാണ്. അവൾ എന്തോ അവളുടെ സഹോദരിക്ക് വേണ്ടി ഒരു ഡ്രോയിങ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിന്റെ സഹോദരിക്ക് കൊടുക്കണമെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ആ ഒരു മഞ്ഞ ഷർട്ട് ഇട്ട് അവനുണ്ടല്ലോ, അവന്റെ വീട്ടിലേക്ക് ഹീറോയിൻ ഇപ്പോൾ ചെന്നിട്ട് ആ ഒരു വീടിന്റെ വെളിയിൽ വന്ന് ബെല്ലടിക്കും. എന്നിട്ട് അവൾ അവിടെ നിന്ന് നടന്നു പോകുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് വന്ന് ഡോർ തുറന്ന് ഹേയ് ആരാത്, നീയാണോ ബെല്ലടിച്ച് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നതും അവൻ വിചാരിക്കും ഇനി തെറ്റി വന്ന് അടിച്ചതായിരിക്കും എന്നും പറഞ്ഞിട്ട് അവൻ നേരെ അകത്തേക്ക് കയറി പോകും. അപ്പോൾ ഹീറോയിൻ അവിടെ തന്നെ ഒളിച്ചു നിൽക്കുകയാണ്. കാണിക്കുമ്പോഴത്തേക്കാണ് ഇവൻ അകത്തേക്ക് പോയിട്ട് ഈ ഒരു ഡോറ് നല്ലതുപോലെ അടച്ചില്ല. ആ ഒരു സമയം നമ്മുടെ ഹീറോയിൻ പതിയെ അകത്തേക്ക് ആ ഒരു ഡോറ് തുറന്ന് കയറുന്നതും ഇവനാണെങ്കിൽ ടി വി എല്ലാം കണ്ടിങ്ങനെ കിടക്കാണ്. പെട്ടെന്നാണ് ഹീറോയിൻ അകത്തേക്ക് വരുമ്പോ ഇവൻ ആരാ നീ എന്താ ഇവിടെ ചെയ്യുന്നത്, നിനക്ക് എന്താ ഭ്രാന്താണോന്നെല്ലാം ചോദിച്ച് അടുത്തേക്ക് വരുന്നതും അവന്റെ പ്രൈവറ്റ് പാർട്ടിൽ നോക്കി ഷൂട്ട് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ അവന്റെ കയ്യിലും ബുള്ളറ്റ് കൊണ്ട് വേദന അറിഞ്ഞ ഇവൻ താഴെ വീണ്ട് ഇപ്പൊ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അത് നമ്മുടെ ഹീറോയിനാണെന്ന് അവന് മനസ്സിലാവുന്നത്. പെട്ടെന്ന് തന്നെ അവൻ അങ്ങ് ക്ഷമ ചോദിക്കാൻ തുടങ്ങാണ്. എന്ത് കാര്യത്തിന് എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ലില്ല എന്നോട് ക്ഷമിക്കണം, ഞാൻ അത് ചെയ്തതില് ഇപ്പൊ ഞാൻ ഖേദിക്കുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ടെങ്കിലും ഒരു ക്ഷമയും കൊടുക്കാൻ കഴിയത്തില്ല. അവന്റെ നെറ്റിയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ അവിടെ വെച്ച് കൊല്ലുന്നു. അത് കഴിഞ്ഞ അടുത്ത ദിവസം പോലീസ് അവിടേക്ക് വന്ന് ഇപ്പൊ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബുള്ളറ്റ് തല തുളച്ച് വെളിയിൽ പോയിട്ടുണ്ട്. ആ ഒരു ബുള്ളറ്റ് എടുത്തതിന് ശേഷമാണ് ഈ ഒരു പോലീസുകാർ മനസ്സിലാക്കുന്നത് ഇത് ഡിറ്റക്റ്റീവ് ചെൻ അയാളുടെ തോക്കിൽ നിന്നുള്ള അതേ ബുള്ളറ്റ് അല്ലേ. ഈ ഒരു ബുള്ളറ്റ് തന്നെയാണ് ഇതിനു മുന്നേ ഉള്ള കേസുകളിൽ ഞങ്ങൾ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ കൊലയാളിയെ നമ്മൾ എത്രയും പെട്ടെന്ന് പിടിച്ചേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴും നമ്മുടെ ഓഫീസറിന് ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഓഫീസർ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ഫോറൻസിക് ലാബിൽ നിന്നും ഇപ്പോ പരിശോധിച്ച ഒരു റിപ്പോർട്ട് ഇങ്ങനെ വരുന്നു. ഇത് ഡിറ്റക്റ്റീവ് ചെൻ ഞങ്ങൾക്ക് അയച്ചതെന്നാണ് എന്നും പറഞ്ഞ് ആ ഒരു റിപ്പോർട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അത് വേറെ ഒന്നുമല്ല, ആ ഒരു DNA റിപ്പോർട്ടാണ്. ഹീറോയിനെ റേപ്പ് ചെയ്തവന്മാരുടെ ആ ഒരു മുടി കൊടുത്തല്ലോ അത്. ഇതുകൂടി കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന് കാര്യം മനസ്സിലാവുന്നത്. കാരണം അങ്ങനെയുള്ള അവന്മാരാണ് ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിന് പിന്നിൽ ഹീറോയിൻ ആണെന്ന് ഓഫീസറിന് മനസ്സിലായി. ഉടനെ തന്നെ നമ്മുടെ ഹീറോയിന് ഒരു മെസ്സേജ് അയക്കും, ഞാൻ നിന്റെ വീട്ടില് നിന്നെ കാണാൻ വരുന്നുണ്ടെന്ന്. അങ്ങനെ ആ ഒരു കാര്യം കണ്ട് ഹീറോയിൻ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഓഫീസർ നേരെ ഹീറോയിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അകത്തേക്ക് കയറി അവളുടെ ഡയറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കും. അപ്പോഴാണ് ആ ഒരു ഡയറിയിൽ അവൾക്ക് നടന്ന സംഭവങ്ങളെല്ലാം അവൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോഴാണ് ഓഫീസറിന് സത്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അതും ആ ഒരു പോലീസുകാരനെ കൊന്നതും അതേപോലെ തന്നെ സുഹൃത്തിന്റെ ഭർത്താവിനെ കൊന്നത്, ഈ കാര്യങ്ങളെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി ആ ഒരു ഓഫീസർ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ പുറകിൽ ആരോ ഒന്ന് അടിക്കുന്നു. അത് ഹീറോയിൻ തന്നെയാണ്. കുറച്ചു കഴിഞ്ഞ് കണ്ണുറക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഓഫീസറിനെ ചെയറിൽ കെട്ടിയിട്ടേക്കാണ്. കാരണം ഹീറോയിൻ ഇപ്പോൾ ഒരാളെ കൂടി കൊല്ലാനുണ്ട്.
അതിനുവേണ്ടി അവൾ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഓഫീസർ പറയുന്നുണ്ട്, പ്ലീസ് നീ ആ ഒരാളെ കൊല്ലരുത്, ഇനി ഒരിക്കലും വേറെ ഒരാളെ കൊല്ലരുതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല, നിങ്ങളുടെ നിയമത്തിന് പോലും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇതെന്റെ തെരഞ്ഞെടുപ്പാണ്, ഇതിലൊരു മാറ്റമില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെയാണ് ആ ഒരു ഓഫീസർ മറ്റൊരു സത്യം പറയുന്നത്. ഞാൻ എന്റെ സഹോദരിയെ പറ്റി പറഞ്ഞില്ലേ, അവൾക്ക് അന്ന് എന്ത് സംഭവിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞില്ല, സത്യത്തില് അവളെയും ഇതുപോലെ പണ്ട് ഒരുപാട് പേര് റേപ്പ് ചെയ്താണ്. അങ്ങനെയാണ് അവൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞുള്ള ഓരോ ദിവസവും ഞാൻ ആ ഒരു കാര്യം ഓർക്കാതെ നിൽക്കത്തില്ല, എന്നിരുന്നാലും ഞാൻ അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ ഒന്നും കാര്യമാകത്തില്ല. ഓഫീസറിന്റെ മുഖത്തേക്ക് ഒരു ടേപ്പ് ഒട്ടിച്ച് അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ പോകുന്നത് ഒരു ക്ലബിന്റെ അടുത്തേക്കാണ്. കാണിക്കുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇവള് ജോലി ചെയ്യുന്ന ആ ഒരു കമ്പനിയിൽ ഇവളെ എപ്പോഴും ശല്യം ചെയ്യലോ ആ ഒരു മാനേജർ അയാൾ കയറി പോകുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അതിനകത്താണ് ആ ഒരു മുടിയനുണ്ടല്ലോ ഇവളെ റേപ്പ് ചെയ്യാനായിട്ട് നിന്ന ആ ഒരുത്തനും ഉള്ളത്. പക്ഷെ അവനെന്തോ ഹീറോയിനെ ഓർമ്മയില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ആ ഒരു മാനേജർ അകത്തേക്ക് കയറി ഇരുന്ന് ഇങ്ങനെ കുടിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഇപ്പൊ അകത്തേക്ക് കയറി ചെന്നിട്ട് അയാളോട് എന്തൊക്കെ സംസാരിക്കാം. അപ്പൊ അയാൾ പറയും ആരാന്നൊക്കെ ചോദിച്ചിട്ട് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, കാരണം കുടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് വ്യക്തമാവുന്നില്ല. അങ്ങനെ അയാൾ എന്തൊക്കെയോ പറഞ്ഞിരിക്കുമ്പോൾ ഹീറോയിൻ ആ ഒരു തോക്കെടുത്ത് അയാളുടെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അതേസമയം ഇവിടെ ഹീറോയിന്റെ വീട്ടിലെ ആ ഒരു പോലീസുകാരെല്ലാം വന്നിട്ട് നമ്മുടെ ഓഫീസർ ഉണ്ടല്ലോ ഓഫീസറിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഓഫീസറിനെ രക്ഷപ്പെടുത്തി അവർ കൊണ്ടുപോകുന്നതും ഇവിടെ ഈ ഒരു മാനേജർ കരയുന്ന ശബ്ദം കേട്ട് ആ ഒരു മുടിയൻ പതി അകത്തേക്ക് കയറി വന്ന് ഡോർ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ തോക്കുകൊണ്ട് നിൽക്കുന്നു. തിരിഞ്ഞു നോക്കിയിട്ട് ഇവൻ പേടിച്ചു നിൽക്കുന്നത് അവന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ രണ്ടുപേരും അതിനകത്ത് കിടന്ന് അലറി വിളിക്കുകയാണ്. എന്നിട്ട് ആ ഒരു മുടിയൻ അവിടെ നിന്ന് എഴഞ്ഞെഴഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു ക്ലബിന് വെളിയിലായിട്ട് ഒരുപാട് പോലീസുകാരെല്ലാം വന്നു. കാരണം നമ്മുടെ ഓഫീസർ എല്ലാവർക്കും മനസ്സിലായി ഹീറോയിൻ ഇവിടേക്കാണ് വന്നിട്ടുള്ളതെന്ന്. അതുപോലെ ഇപ്പൊ ആ ഒരു മുടിയനെ കാണിക്കുമ്പോൾ അവന്റെ പുറകെ ചെന്നിട്ട് അവന്റെ കാലിലൊക്കെ ഷൂട്ട് ചെയ്യാണ്. കാരണം അവനെ പതിയെ പതിയെ വേദനിപ്പിച്ച് കൊല്ലുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓഫീസർ ബാക്കിയുള്ള പോലീസുകാർ എല്ലാവരും അകത്തേക്ക് വന്ന് തോക്കും കാണിച്ചിട്ട് ഹീറോയിനോട് അവളുടെ തോക്ക് താഴെ വെക്കാൻ പറയും. പക്ഷെ ഹീറോയിൻ അങ്ങനെ തന്നെ നിൽക്കാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഓഫീസർ ഓക്കെ ഞാനിപ്പോ തോക്ക് താഴെ വെക്കാന്ന് പറഞ്ഞ് അവളുടെ തോക്ക് താഴേക്ക് ഇങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരോടും തോക്ക് താഴേക്ക് വെക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പോലീസുകാർ അതേ കണക്ക് ചെയ്യുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, അവൾക്ക് ആ ഒരു കാര്യം അന്ന് നടന്നപ്പോൾ തന്നെ അവൾ മരിച്ചിരുന്നു. ഇനി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഇവരെ ആരെയും വെറുതെ വിടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ ഇപ്പോഴും ജീവിക്കുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ എന്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ ആ ഒരു തോക്കെടുത്ത് കഴുത്തിലേക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ഓഫീസർ ഹീറോയിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി അവളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കുകയാണ്. നിനക്ക് നല്ലൊരു ജീവിതം ഇനിയും വേണം, നീ ആഗ്രഹിച്ചതുപോലെ. അതുപോലെ നീ തന്നെ ആ ഒരു ഡ്രോയിങ് ഞാൻ ഒരിക്കലും എന്റെ സഹോദരിക്ക് കൊടുത്തിട്ടില്ല, അത് നീ വേണം കൊടുക്കാനായിട്ട് എന്നെല്ലാം പറഞ്ഞ് ഹീറോയിന്റെ മനസ്സ് മാറുമ്പോഴത്തേക്കും അവള് പതിയെ ആ ഒരു തുക താഴേക്ക് വെക്കും. അങ്ങനെ നമ്മുടെ ഓഫീസർ ആയാലും സമാധാനപ്പെട്ട് ഹീറോയിൻ അടുത്തേക്ക് വരാനായിട്ട് വരുന്നതും താഴെ കിടന്ന ആ ഒരു മുടിയനുണ്ടല്ലോ അവൻ ആ ഒരു തോക്കെടുത്ത് ഹീറോയിനെ ഷൂട്ട് ചെയ്യുന്നു. ഈ ഒരു കാര്യം സത്യം പറയല്ലോ ആരും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഇതിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ആരാണ്? ഓഫീസറാണോ? അങ്ങനെ ആ ഒരു രീതിയിൽ ഓഫീസർ അവിടേക്ക് നോക്കി തന്നെ നിൽക്കുന്നതും ഹീറോയിൻ താഴെ തന്നെ കിടക്കാണ്. കാരണം അവളുടെ തലയിലേക്ക് എങ്ങാണ്ട് ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം. നമ്മുടെ ഓഫീസർ താഴെ വെച്ച ആ ഒരു തോക്ക് അങ്ങനെ എടുത്ത് ആ ഒരു മുടിയനെ 2-3 തവണ ഷൂട്ട് ചെയ്ത് അവൻ അവിടെ വെച്ച് തന്നെ കൊല്ലും. ബാക്കി എല്ലാവരും തടയാൻ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ ഹീറോയിൻ ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് മുടിയൻ അവിടെ വെച്ച് മരിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം കണ്ട് ഹീറോയിൻ അങ്ങനെ മരിക്കാറായിട്ടുള്ള അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. കാരണം ഇപ്പോഴാണ് അവൾക്ക് സന്തോഷമായത്. എന്നിട്ട് ഓഫീസറും ഒരുപാട് കരയുന്നുണ്ട്. ഇപ്പൊ അവള് കാരണം ഹീറോയിൻ ഈ ഒരു അവസ്ഥയായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിന്റെ സുഹൃത്തിനെ കാണിക്കുമ്പോൾ അവളിപ്പോ ഹീറോയിന്റെ റൂമിലേക്ക് വന്നിരുന്ന് അവിടെ എന്തോ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ തന്റെ സുഹൃത്ത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവാണ് എന്നുള്ള രീതിയിലൊരു കത്ത് അവളുടെ സുഹൃത്തിന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച ആ ഒരു സുഹൃത്ത് ഒരുപാട് വിഷമിക്കും. അതേസമയമാണ് മറ്റൊരു കാര്യം എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഓഫീസർ ഇപ്പോ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. കാരണം ഹീറോയിൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. അതേപോലെ തന്നെ ആ ഒരു മുടിയനുണ്ടല്ലോ അവനും മരിച്ചിട്ടില്ല. രണ്ടുപേരെ ഒരേ റൂമിൽ തന്നെയാണ് കിടത്തിയിട്ടുള്ളത്. അതുമല്ല ഹീറോയിനെ നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ സുഹൃത്ത് അവിടെയുണ്ട്. അങ്ങനെ ഹീറോയിൻ അവിടെയുള്ള ആ ഒരു ക്യാൻറ്റീനിലേക്ക് വന്നിരുന്നത് ഒരു കോഫി കുടിക്കുന്ന സമയത്താണ് 2 നേഴ്സുമാർ അവിടേക്ക് നടന്നു വരും. എന്നിട്ട് ഇവർ കോഫി വാങ്ങിക്കുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. ഹീറോയിൻ അത് കേൾക്കും. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കാണ് അതിലൊരു നേഴ്സ് ദേ ഇന്ന് നടന്ന ആ ഒരു സംഭവം അറിയോ? എന്താ ഇപ്പൊ കൊണ്ടുവന്ന 2 പേഷ്യൻസ് ഇല്ലേ ഒരേ വാർഡിൽ കിടക്കുന്ന, അതിൽ ആ ഒരു സ്ത്രീ ഇല്ലേ അവളുടെ മസ്തിഷ്കം എല്ലാം ഇനി പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടി ഉടനെ തന്നെ മരിക്കും. പക്ഷെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കിടക്കുന്ന 2 പേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒരേപോലെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യന്റെ കരൾ അങ്ങോട്ട് മാറ്റി വെക്കണം. ഈ ഒരു പെൺകുട്ടിയുടെ കരൾ അവനുമായിട്ട് മാച്ച് ആവും. അപ്പൊ അതുപോലെ അവളുടെ കരള് ആ ഒരു പയ്യനെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഓഫീസർ കേൾക്കും. ഇത് കേട്ട ഉടനെ തന്നെ ഓഫീസർ നേരെ പോകുന്നത് ഡോക്ടറിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഓഫീസർ നേരെ ഇവർ കിടക്കുന്ന ആ ഒരു റൂമിനകത്തേക്ക് കയറി വരും. എന്നിട്ട് ആദ്യം ചെല്ലുന്നത് ആ ഒരു മുടിയന്റെ അടുത്തേക്ക്. അവനെ കൊല്ലാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു കാര്യം ആലോചിച്ചിട്ട് അവനെ വെറുതെ വിടും. എന്നിട്ട് നേരെ തിരിച്ച് ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഇപ്പൊ നമ്മുടെ ഓഫീസർ ഒരു തീരുമാനം എടുത്ത് ഹീറോയിനെ കൊല്ലാൻ തീരുമാനിക്കും. എന്താന്ന് വെച്ചാല് അവളുടെ മുഖത്തുള്ള ആ ഒരു മാസ്ക് എടുത്ത് അങ്ങനെ മാറ്റുന്നതും ഇപ്പൊ ഹീറോയിൻ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, എന്തായാലും മുടിയന് നല്ലൊരു ജീവിതം ഇനി ജീവിക്കാൻ കഴിയത്തില്ല, അവൻ നരകിച്ച് തന്നെ ജീവിക്കത്തുള്ളൂ. പക്ഷെ ഹീറോയിന് അധികം ജീവിക്കാൻ കഴിയത്തില്ല, അവൾ ഉടനെ തന്നെ മരണപ്പെടും. അപ്പോഴേക്കും അവളുടെ കരലെടുത്ത് മറ്റേവന് വെച്ചിട്ട് അവൻ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട, അതിലും നല്ലത് ഹീറോയിൻ മരിക്കുന്നത് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഓഫീസർ ഈ ഒരു കാര്യം ഇപ്പൊ ചെയ്യുന്നത്.
എന്നിട്ട് ആ ഒരു മുറിയിൽ ലോക്ക് ചെയ്ത് അതിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ വലിയ ഡോക്ടർമാരും നഴ്സുമാരെല്ലാം വന്ന് തുറക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഓഫീസർ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പൊ തന്റെ സഹോദരിയുടെ ചിത്രം അതേപോലെ തന്നെ ഹീറോയിന്റെ ചിത്രം എടുത്ത് അടുത്തേക്ക് വെച്ച് ഓഫീസർ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തതുപോലെ അവിടെ എങ്ങനെ ഇരിക്കുന്നതും ഈ ഒരു മൂവിയുടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി പറ, ഈ ഒരു മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഓഫീസർ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണോ ഇല്ലയോ? ഇതെല്ലാം നിങ്ങൾ ഈ ഒരു മൂവി കണ്ടു തീരുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ ഒരു കാര്യങ്ങളെല്ലാം കമന്റ് ചെയ്തേക്കുക. ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള നിങ്ങൾ കാണാത്ത ഒരുപാട് മൂവീസ് ഈ ലോകത്തുണ്ട്. അതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.